ഗൈസ് ഗുഡ് മോർണിംഗ്. ഭയങ്കര തണുപ്പാണ്, കാലെല്ലാം ഭയങ്കര തണുത്ത് വിറച്ച്. നേരം വെളുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല നല്ല നേരം വെളുത്തിന് കണ്ട. ഊണി ഇതെൻ്റെ അല്ലേ? ഇന്നലെ ആണെങ്കിൽ ബ്രഷ് ഉണ്ടായിന്, ആ ബ്രഷ് ഇവിടെ മിസ്സായി പോയി. ഇന്നലെ നല്ല പങ്ങനെ ഉറങ്ങി ഞാൻ ടെൻറ്റ് പറഞ്ഞു. ഇനി വയ്യൊരു കുളിയെല്ലാം കുളിക്കണം കുറച്ച് കഴിഞ്ഞ്. ഏതായാലും ഞാൻ ഇന്ന് ചായയെല്ലാം കുടിച്ച് ഇതാക്കി പോകാൻ്റെ പ്ലാനിങ്ങിലാണ് ഉള്ളത്. ചിലപ്പോൾ കുളിച്ചിട്ട് പോകും, ചിലപ്പോൾ കുളിക്കാണ്ടും പോകും. എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ നല്ല അമൂല്യൻ്റെ പൊടിയിട്ട് നല്ല ഫ്രഷ് ചായ. അപ്പോൾ ഈ ഒരു തടാകത്തിൻ്റെ അടുത്ത് ഈ മോർണിംഗിൽ ചായ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അത് വല്ലാത്തൊരു എക്സ്ട്രീം വൈബ് ഫീലാണ്, ഒന്നും പറയാനില്ല ഗൈസ്. അത്രത്തോളം മനോഹരമായിട്ടുള്ള ചായയാണ് ഇത്. നമ്മൾ കർണാടക ഭാഗത്തു നിന്നാണെങ്കിൽ ഇതിൽ 100 റുപ്യൻ്റെ ചായ ഉണ്ട്. ഇത് നമ്മൾ സ്വന്തമാക്കുന്നതിനുണ്ട് അത്ര ലാഭം. ഇനിയിപ്പോൾ എനിക്ക് ആക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഒരു നൂഡിൽസ് ആക്കണം. അതും കഴിച്ചിട്ട് ഞാൻ നേരെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ബാക്കപ്പ് ആകുന്നുണ്ട്. ടെൻ്റെല്ലാം മടക്കിയിട്ട് ബാക്കപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ടെൻറ്റ് മടക്കുന്നതിൻ്റെ പോകുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കില്ല. വീഡിയോനെ കുറിച്ചിട്ട് കമൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതണം, അഭിപ്രായങ്ങൾ എഴുതണം. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത പ്ലാന് നേപ്പാളിലേക്ക് പോകേണ്ട പ്ലാനിങ്ങിലാണ് ഞാനുള്ളത്. വയനാട് ഞാൻ വന്നിട്ടായി, ഞാനിപ്പോൾ ഇന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് പോകുന്ന നേരെ നേപ്പാൾ, ഇങ്ങനെ കുറേ സ്ഥലം, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെയെല്ലാം ആയിട്ട് ഇങ്ങനെ ആസാം, ഇങ്ങനെ കറങ്ങിയിട്ട് പോകും. എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. തിളച്ചിട്ട് ഇപ്പോൾ തിളക്കാൻ വേണ്ടിയിട്ട് പണിയുണ്ട്. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ ഇത് തിളച്ചതിനവർക്ക് വേണമെങ്കിൽ ഒരു ഷോട്ടും കൂടി നമുക്ക് എടുക്കാം. ഏതായാലും ഇത് ഒന്നും എടുത്ത് വെച്ചെങ്കിൽ കാര്യമില്ല, എന്തെങ്കിലും പൊട്ടിപ്പോവും. അപ്പോൾ അതിനായിട്ട് ഇത് ബാറ്റിൽ വെക്കാം എന്തായാലും. അപ്പോൾ ഈ ഒരു നൂഡിൽസിലേക്ക് ഇതാ 2 ഇങ്ങനെ ഇടാം. ഇതൊരു സ്പെഷ്യലാണ്. ഇതാ ബ്രെഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഇങ്ങനെ ചില്ലി കൊടുക്കാം. ഇങ്ങനെ അടുക്കി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ ഫ്രെയിമും കാര്യമെല്ലാം നല്ലവണ്ണം കുറച്ച് വെക്കണം ഫസ്റ്റ്. സംഭവം എത്രയില്ല, ഭയങ്കര ടേസ്റ്റാണിത്. രാവിലത്തെ ചായക്കെല്ലാം ബെസ്റ്റ് സാധനമാണ്. അത് ഞാൻ ജസ്റ്റ് ചൂടാക്കിയെന്നുള്ളൂ. നല്ല ചൂടായിട്ടുണ്ട്. ഇതാ പുക വന്ന് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം.
ഇതൊന്നും ഇങ്ങനെ ഇപ്പം നോക്കൂ ഇതാ സംഭവം കണ്ടില്ല പൊള്ളിയല്ലേ ഇതാ. ഇനി ഇതൊന്നും ഇങ്ങനെ കഴിക്കതാ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ബിസ്മില്ലാ. എന്തൊരു രസം എന്ന് പറയാം, ഭയങ്കര രസം. ഇതിൽ ബ്രെഡ് ഇങ്ങനെ പൊടിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ചൂടിങ്ങനെ ആവിയിലേക്ക് അടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടും ബ്രെഡിന്. അപ്പോൾ ഇങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കേണ്ട രീതി. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. നല്ല അഭിപ്രായമാണ് എൻ്റെ. രണ്ടുപേരുടെയും മനസ്സിൽ ഒരുപോലെയാണ് ലഡു പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ കാരണം എന്തെങ്കിലും എൻ്റെ ടെൻറ്റ് ഇദ്ദേഹം നല്ല പോലെ മടക്കിയിട്ട് പാക്കാക്കുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ. അദ്ദേഹത്തിന് രാവിലത്തെ ആ ഒരു ശുഷ്കാന്തി നോക്കിയേ, എന്താ ഒരു ശുഷ്കാന്തി അല്ല. അപ്പോൾ ഇന്നലെ എന്നെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് 5 മണിയോട് കൂടി ഇയാളെടുത്തുനിന്ന് എങ്ങനെയാണ് ഒഴിവാകുന്നുള്ള കാര്യം കൂടി. അപ്പോൾ രണ്ടുപേരും ചിന്തിച്ചതെന്നാണ്. അപ്പോൾ അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. അപ്പോൾ അതുകൊണ്ട് നന്നായി ഏതായാലും. അപ്പോൾ ഇദ്ദേഹം പോകാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലുണ്ട് ബ്രദറിൻ്റെ, അവിടെ ആളില്ല എന്ന് താഹിർ പറഞ്ഞത് കാരണം, താഹിർ ലീവാണ്, അത് കാരണം ഇദ്ദേഹത്തിന് അവിടെ പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായിട്ടുണ്ട്, എനിക്ക് അതിനേക്കാളും സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ ഇയാൾ എന്നെ വിടില്ല, ഇല്ലെങ്കിൽ ഇയാളെ ഞാൻ വിടില്ല, ആ ഒരു അവസ്ഥയിലാണിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ബസ് കിട്ടണമെങ്കിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുൽത്താൻ ബത്തേരിയിൽ ഓടുന്ന ഓട്ടോറിക്ഷയാണ് ഇതാ KL 73. കണ്ടോ, ഈ വണ്ടിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. കാരണം ഇതിൽ ലഗേജും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ലഗേജെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ പോകും. ആടുന്നതിന് കോഴിക്കോട് പോകണോ കണ്ണൂർ പോകുന്നില്ല. നിങ്ങൾ ഈ കാണുന്നതാണ് അമ്പലം ഇവിടെ എഴുതി വെച്ചിട്ട് കണ്ടോ. അപ്പോൾ ഇന്ന് കാരാപ്പുഴ ഡാമെല്ലാം അടുത്തിട്ടാണ്. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോകുന്നതായിരിക്കും. കേട്ടോ, മേപ്പടി, കൊടുവഞ്ചാലി, പുല്ലിയോട്. ചായ റെഡിയായോ? ബ്ലോഗറുടെ ഇരുന്നിട്ട് നമസ്കാരം. നമസ്കാരം ഉണ്ടല്ലോ, സതീഷ് വയനാട്. നമസ്കാരം. ഒരു പട തന്നെ, കാസർഗോട്ടെ ഒരു ബ്ലോഗറും വയനാട്ടിലത്തെ 2 ബ്ലോഗറും. ആയിക്കോട്ടെ. വേണ്ട ചായ അത്യാവശ്യം കൊള്ളാം, നല്ലുണ്ട്. നമ്മളെ അമ്പലത്തെ ചായയും കടിയാണിത്. ഹായ്, നമസ്കാരം കേട്ടോ. നമ്മളെ വയനാട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മളെ വണ്ടിമേലെ ചാനലിൽ സൂപ്പറായിട്ടുണ്ട്. ഒന്ന് കൊടുക്കണം കേട്ടോ, ഒന്ന് കാണണം കേട്ടോ. സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ ബ്രോനൊന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കാണാൻ കൂടി സപ്പോർട്ട് ചെയ്യും. ഇതൊന്നല്ലാണ്ട് കണ്ടന്റ്. പല ഭാഗത്തേക്കും പോകാനുള്ള ബസ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ കിടക്കണ്ട. താമരശ്ശേരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി നല്ല രീതിയിലുണ്ട. സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എന്തില്ലെങ്കിൽ പിന്നെ KSRTCൻ്റെ ആ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു പിന്നെ ഇതും കൂടി ഉണ്ട്. എന്താ ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. അത് ഇതാണ്. ഇതിന് 100 രൂപ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ രാത്രി കിടക്കാൻ പറ്റും. ഇത് ഈ ബസ്സിൽ കണ്ടോ. ഇതെല്ലാം നമുക്ക് നിൽക്കാൻ പറ്റിയ ബസ്സാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. എന്താ കണ്ടോ ഇങ്ങനെ.
ഇങ്ങനെ കയറി കിടക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട്. അത്ര ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് എത്ര ഇനി ഇത് 100? ഇതിന് 160. അപ്പോൾ നമ്മളിതാ ഇക്ക ബാഗെല്ലാം വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, ഇതാ നമ്മളെ മറ്റേ ബ്ലോഗർ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഞാൻ ഇതിൽ കയറാൻ പോകുന്നുണ്ട്. ആ, ഒരു സിയോ എൻ്റെ സാധനം മറന്ന കൊണ്ട് തരണോ? ഇല്ല ഇല്ല. ഓക്കെ ബ്ലോഗർ, ബൈ.